റിയ കോടതി മുറിക്കുള്ളിലുണ്ടായിരുന്നു. റിയ, കോടതി മുറിക്കുള്ളിൽ ദിലീപിൻ്റെ ഭാവഭേദങ്ങൾ എങ്ങനെയായിരുന്നു, എന്തായിരുന്നു? കോടതി മുറിക്കകത്ത് ദിലീപ് നിരപരാധിയാണ്, 8ാം പ്രതി നിരപരാധിയാണ് എന്ന് ജഡ്ജി പറഞ്ഞപ്പോൾ വളരെ ആശ്വാസത്തോടെ കൈകൂപ്പിക്കൊണ്ടാണ് ദിലീപ് നിന്നത്. ആ ഒരു ആശ്വാസം ദിലീപിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന അഭിഭാഷകരുടെ മുഖത്ത്, ജൂനിയർ അഭിഭാഷകരുടെ മുഖത്തൊക്കെ ഉണ്ടായിരുന്നവർ കോടതി ആയതുകൊണ്ട് അത് അടക്കി വെച്ചു, വാക്കുകളിൽ പറഞ്ഞില്ല എന്നതേ ഉള്ളൂ. പിന്നീട് കോടതിക്ക് പുറത്തേക്ക് ദിലീപ് ഇറങ്ങിയപ്പോൾ മുതൽ അഭിഭാഷകരടക്കമുള്ളവർ, ദിലീപിൻ്റെ ഏതാനും ചില അടുത്ത സുഹൃത്തുക്കൾ ചേർന്നാണ് ദിലീപിനെ കോടതിയുടെ പുറത്തേക്ക് കൊണ്ടുവന്നത്. പിന്നീടുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അഭിഭാഷകരുടെ ഒരു വലിയ കൂട്ടം ദിലീപിനോടൊപ്പം ഉണ്ടായിരുന്നു. പുറത്ത് ദിലീപിൻ്റെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ 8ാം പ്രതി ദിലീപ് കുറ്റവിമുക്തനായി എന്ന് പറഞ്ഞെടുത്ത് ആളുകൾ കരഘോഷം മുഴക്കി അത് സ്വീകരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. നമ്മൾ ഗൂഢാലോചന കുറ്റത്തിൽ ദിലീപ് 8ാം പ്രതിയാക്കിയതാണ്. പിന്നീട് ദിലീപ് നടത്തിയ പ്രതികരണങ്ങൾ കൂടി എടുത്തു പറയേണ്ടതാണ്. ദിലീപ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: മഞ്ജു വാര്യർ ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് പ്രസംഗിച്ചെടുത്തു നിന്നാണ് തനിക്കെതിരെയുള്ള ഗൂഢാലോചന നടന്നത്. അതായിരുന്നു ദിലീപ് പറഞ്ഞ ആദ്യ വാക്ക്. അവിടെ നിന്ന് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും ചില പോലീസുകാരും ചേർന്ന് ഗൂഢാലോചന നടത്തി എന്നതാണ് ദിലീപ് ആദ്യ പ്രതികരണമായി ഈ കേസിൽ നടത്തിയത്. അപ്പോൾ ഈ കേസിന്റെ തുടക്കം മുതലുള്ള നടപടികൾ രാഗൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. രാഗൻ ഇപ്പോൾ ദിലീപിനെ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി വെറുതെ വിട്ടിരിക്കുന്നു. ഇതിനെതിരെ പ്രോസിക്യൂഷൻ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? എന്തെങ്കിലും അവരുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്? ഇതുവരെ പ്രതികരണം വന്നിട്ടില്ല. പക്ഷേ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപ്പീൽ പോകാനുള്ള അവസരമുണ്ട്. ദിലീപിനെതിരെ ഞങ്ങൾ വിചാരണ കോടതിയിൽ ഇന്ന തെളിവുകൾ വച്ചിട്ടുണ്ടായിരുന്നു, അത് പക്ഷേ വിട്ടുപോയി. പക്ഷേ അതിൽ ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പീൽ പോകാനുള്ള അവസരം പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഗൂഢാലോചന വാദം സ്റ്റാൻഡ് ചെയ്തിട്ടില്ല അന്വേഷണ സംഘത്തിന്. അപ്പോൾ ഇനിയുള്ള വിഷയമെന്ന് പറയുന്നത്, അങ്ങനെയെങ്കിൽ പൾസർ സുനി എന്തടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ എന്ത് വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ അടിസ്ഥാനം ഈ ആക്രമണത്തിൽ എന്ന ചോദ്യമോടെ പ്രസക്തമാണ്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരികയും ചെയ്യുന്നു. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ പോകുന്നൊരു നിലപാട് സ്വാഭാവികമായും സ്വീകരിക്കേണ്ടി വരില്ലേ? കാരണം സ്ത്രീകൾക്കെതിരായ ഒരു അതിക്രമവും വെച്ച് പൊറുപ്പിക്കില്ല എന്നാണ് സർക്കാരിൻ്റെ നിലപാട്. അങ്ങനെയുള്ളപ്പോൾ സ്വാഭാവികമായും അപ്പീൽ പോകേണ്ടി വരില്ലേ, ധാർമ്മികമായി കൂടി? സ്വാഭാവികമായിട്ടും ഈ കേസിൽ അപ്പീൽ പോകും. നേരത്തെ തന്നെ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിൽ ഒരു പക്ഷേ തിരിച്ചടി നേരിട്ടാൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകും എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിൽ മതിയായിട്ടുള്ള തെളിവുകൾ ഉണ്ട് എന്നതാണ് അന്വേഷണ സംഘം ഇപ്പോഴും പറയുന്നൊരു കാര്യം. കാരണം ഈ ഗൂഢാലോചന അടക്കം സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന തെളിവുകൾ ഉണ്ട് എന്നതാണ് അന്വേഷണ സംഘം ഇപ്പോഴും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെളിവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മേൽക്കോടതിയിലേക്ക് പോകാനുള്ള അവസരമുണ്ട്. അത് സ്വാഭാവികമായിട്ടും അന്വേഷണ സംഘം ഉപയോഗപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമല്ല, അടുത്ത കാലത്ത് മറ്റൊരു ശരി, കോടതി മുറിയിൽ നിന്ന് തന്നെ ദിലീപിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. അഭിഭാഷകർക്ക് അടക്കി വെക്കാൻ കഴിയാത്ത ആഹ്ലാദം ഉണ്ടാകുന്നു. കോടതി മുറി ആയതുകൊണ്ട് അവർ ഒന്ന് അടങ്ങി നിന്നതാണ് എന്നാണ് റിയ പറയുന്നത്. വലിയ ആശ്വാസത്തോടു കൂടി ദിലീപ് പുറത്തു വരുന്നു. പുറത്തു വന്ന മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നു. വലിയ ആരവങ്ങൾക്കും ആവേശങ്ങൾക്കും ഇടയിൽ മധുര വിതരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ദിലീപ് ഇറങ്ങി വരുന്നത്. ദിലീപ് കൂടെ നിന്നവർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഒപ്പം നിന്ന കുടുംബത്തിന്, അഭിഭാഷകരോട് ജീവിതം കൊണ്ട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ദിലീപിന്റെ പ്രതികരണം. ഈ കോടതി മുതൽ സുപ്രീം കോടതി വരെ കൂടെ നിന്ന് അഭിഭാഷകർക്ക്, ബാധിച്ചവർക്ക് ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ടാണ് ദിലീപ് മടങ്ങുന്നത്. അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താനും സജി നന്ദ്യാട്ടും ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് പ്രതികരണത്തിനായി. അഡ്വക്കേറ്റ് ആശ, എന്തുകൊണ്ട് ഇങ്ങനൊരു വിധി? അതിജീവിതയ്ക്കൊപ്പം നിന്നിരുന്ന താങ്കൾ അടക്കമുള്ള ആളുകൾ ഈ വിധിയാണോ പ്രതീക്ഷിച്ചത്? എന്തുകൊണ്ടാണ് കോൺസ്പിറസി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ പോയത്?